PDF കാണാമോ? Good afternoon. Good afternoon. നമ്മുടെ ക്ലാസ്സിന്റെ ലാസ്റ്റ് 50 മിനിറ്റ്സ് ആയിട്ട് നമ്മുടെ ടീച്ചിങ് ഹെഡ് ഒക്കെ നിങ്ങളെ കാണാനായിട്ട് വരും കേട്ടോ, നിഷ മിസ്. അപ്പൊ ആരും പോവരുത് 2:15 ആവുമ്പോ. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ടീച്ചർ വരും ഉണ്ടാവും 2:15 മുതൽ. കേട്ടായിരുന്നോ? Okay, good afternoon to all. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റൽ പ്ലാൻ വരെയല്ലേ പറഞ്ഞത്? ടു ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. നെക്സ്റ്റ് നോക്കുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ മാൻ പവർ പ്ലാൻ കമ്പോണന്റ് ആണ് കേട്ടോ. മാൻ പവർ പ്ലാൻ കമ്പോണന്റ്. മാൻ പവർ പ്ലാനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഘടകങ്ങളാണെന്ന് നോക്കാം, എന്തൊക്കെ കമ്പോണന്റ്സ് ആണ് വരുന്നത്.
The manpower plan can be broken down into 3 components. So manpower planning in 3 components അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കുന്നത്. Forecasting, page number 20. നിങ്ങളുടെ എത്രയാണെന്ന് അറിയില്ല. 80. Okay. First, forecasting, recruitment plan, training and development plan. So manpower plan components എന്ന് പറയുന്നത് 3 ആണ്. ഫോർകാസ്റ്റ് ചെയ്യാം, റിക്രൂട്ട്മെന്റ് പ്ലാൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. ഫോർകാസ്റ്റിംഗ് എന്താണ്? Okay. Forecasting, estimating future needs and stock taking of available resources in the organization. Recruitment plan, to meet the gap between the internal resources and estimated need by external recruitment. Training and development plan, to utilize fully the human resources of the organization and to develop the potential resources. Forecasting, ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? Forecasting പ്രവചനങ്ങളാണ് അല്ലെ. എസ്റ്റിമേറ്റിംഗ് എന്താണ് ഇവിടെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്? എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് future needs and stock taking of available resources in the organization. നമ്മൾ ഒരു പേജ് manpower plan പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള അല്ലെങ്കിൽ ഭാവിയിലുള്ള ആവശ്യങ്ങൾ കൂടി മുൻതൂക്കം കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഭാവിയിൽ എത്രത്തോളം നീഡ്സ്, എത്രത്തോളം ആവശ്യകതകൾ ആവശ്യമായിട്ട് വരുന്ന, എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വേണം എന്നതൊക്കെ അതിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, അതായത് ഭാവിയിൽ എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സ് കമ്പോണൻസുകൾ ആവശ്യമാണ് എന്നുള്ളത് കൂടി നമ്മൾ അവിടെ ഒരു manpower പ്ലാൻ എടുക്കുന്ന സമയത്ത് സ്വീകരിക്കുന്നുണ്ട് അല്ലെ. ഭാവിയിൽ എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സസിന് അവൈലബിൾ ആയിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? കാരണം കഴിഞ്ഞ വർഷത്തേക്ക് അല്ലെങ്കിൽ പ്രസന്റ് ഡാറ്റാസും പ്രീവിയസ് ഡാറ്റാസും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലെ. എത്രത്തോളം ഇനി വരും വർഷങ്ങൾ എത്രത്തോളം ആൾക്കാർ ആവശ്യമായിട്ട്, എത്രത്തോളം എംപ്ലോയീസിന് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഡാറ്റാസ്, പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് ഈ manpower പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫോർകാസ്റ്റിംഗ് എന്ന ഒരു പ്രോസസ് അവിടെ നടക്കുന്നത്. ഓക്കെ, then recruitment plan. Recruitment എന്താണ്? To meet the gap between the internal resources and estimated need by external recruitment. എന്താണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്? To meet the gap between, എന്താണ് ഇവിടെ ഗ്യാപ്പ് എന്ന് സൂചിപ്പിക്കുന്നത്? To meet the gap between the internal resources and estimated need by external recruitment. നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആൾക്കാരെ, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ത് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്? എന്ത് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ്? ഇതിനെ റിക്രൂട്ട് ചെയ്യുന്നത് അറിയില്ല. റിക്രൂട്ട്മെന്റ് എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്? വേറെങ്ങും പഠിച്ചിട്ടില്ല? ഓക്കെ, അതായത് നമ്മള് ഒരു ജോലിക്ക് എടുക്കുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ ജോലിക്ക് അവർ എടുക്കുന്നത്? ഹയറിംഗ് ആപ്ലിക്കൻസ് അല്ലെ. അതായത് ഒരു ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ വേക്കൻസീസ് ആണ് അല്ലെ. ഒരു ഓർഗനൈസേഷനകത്ത് വേക്കൻസീസ് വരുന്ന സമയത്താണ് നമ്മൾ പുറത്തുനിന്നുള്ള എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. ആ വേക്കൻസീസ് നികത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടു മീറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ, അതായത് ഇന്റേണൽ റിസോഴ്സസ്. ഇന്റേണൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ് ഇന്റേണൽ? അതായത് ഓർഗനൈസേഷനിൽ ഉള്ള ആൾക്കാർ അല്ലെ, നിലവിലുള്ള ആൾക്കാരായിരിക്കും നമ്മൾ ആദ്യം എടുക്കുന്നത്. ദെൻ ആ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എക്സ്റ്റേണൽ ആയിട്ട്, അതായത് ആന്തരികമായിട്ട് ആദ്യം നമ്മൾ ഓർഗനൈസേഷനിലുള്ള ആൾക്കാരെ എടുത്തിട്ടായിരിക്കും റിക്രൂട്ട്മെന്റിന്റെ പട്ടിക അല്ലെങ്കിൽ അത് നമ്മൾ നികത്തുന്നത്. അല്ലാത്ത പക്ഷം ഇനി ആ വേക്കൻസീസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയീസിന് കൂടുതലായിട്ട് ആവശ്യം വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ ആയിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യും. ഓക്കെ, അതായത് പുറത്തുനിന്ന് ആൾക്കാരെ ഹയർ ചെയ്തിട്ട് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ manpower പ്ലാൻ കമ്പോണൻസിന്റെ സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ടൊരു റിക്രൂട്ട്മെന്റ് പ്ലാൻ ഉണ്ടായിരിക്കും. ഓക്കെ, റിക്രൂട്ട്മെന്റ് പ്ലാൻ ആണ് manpower പ്ലാൻ കമ്പോണന്റിന്റെ സെക്കൻഡ്
ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ കുറച്ച് പേരെ തെരഞ്ഞെടുത്തു, കുറച്ച് പേരെ റിക്രൂട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? ഇത് എന്താണ്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. What is training and development plan? To utilize fully the human resources of the organization and to develop the potential resources. എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്? ട്രെയിനിങ് എന്താണ്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ യെസ്, അവർക്ക് എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക അല്ലെ. ഏതൊക്കെ ജോബ്സ് ആണ് അവർ ചെയ്യുന്നത്, അവരുടെ ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ട്രെയിനിങ്, പരിശീലനം നമ്മൾ കൊടുക്കുക അല്ലെ. അപ്പോ പരിശീലനം കൊടുക്കുമ്പോൾ എന്താണ്? ടു യൂട്ടിലൈസ് ഫുള്ളി ദ ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഹ്യൂമൻ റിസോഴ്സസ് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അതായത് മാക്സിമം അവരുടെ ടാലൻസ്, അവരുടെ സ്കിൽസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ റിസോഴ്സസ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? അവരുടെ സ്കിൽസും നോളജും എബിലിറ്റീസ് ഒക്കെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലായിരിക്കണം അവർക്ക് നമ്മൾ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പരിശീലനം കൊടുക്കേണ്ടത്. യെസ്, ദെൻ അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ അവരെ പരിശീലിപ്പിച്ചെടുത്താൽ മാത്രമേ ഓർഗനൈസേഷൻ അവരെ കൊണ്ട് എന്തുണ്ടാകുള്ളൂ, അവരെ കൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ അച്ചീവ്മെന്റ്സിൽ എത്തിക്കാനുള്ള പ്രവർത്തനം അത്തരം സ്റ്റാഫുകളിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന സ്റ്റാഫുകൾക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകുക എന്നുള്ളതാണ് മാൻ പവർ പ്ലാനിന്റെ മൂന്നാമത്തെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫോർകാസ്റ്റിംഗ്. അതായത് എന്താണ് ഫോർകാസ്റ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞത്? ഫോർകാസ്റ്റിംഗ്, എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഭാവിയിൽ എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമായിട്ട് വരുന്നത്, അവരുടെ ആവശ്യകതകൾ കൂടി മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും നമ്മൾ ഇത്ര ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പ്ലാനിങ് തയ്യാറാക്കുന്നത്. അതായത് ഭാവിയിലേക്കുള്ള അവൈലബിലിറ്റി. ദെൻ റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ റിസോഴ്സസ്. അതായത് ഓർഗനൈസേഷനിലുള്ള വേക്കൻസീസുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിനകത്തുള്ള ഓർഗനൈസേഷൻ അകത്തുള്ളവരെ നിന്ന് എന്താണ് തിരഞ്ഞെടുക്കും. അതിനുശേഷം ആ വേക്കൻസീസ് ഫില്ല് കംപ്ലീറ്റഡ് ആവാത്ത പക്ഷെ നമ്മൾ എന്താണ് എക്സ്റ്റേണൽ ഏജൻസിയിൽ നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും. ഓക്കെ, ഞാൻ റിക്രൂട്ട് ചെയ്തതിനു ശേഷം അവർക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റ്. Recruiting means the discovering of talented applicants for actual or expected organizational vacancies. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മള് എങ്ങനെയുള്ളവരാണ് നമ്മൾ റിക്രൂട്ട്മെന്റിലൂടെ തിരഞ്ഞെടുക്കുന്നത്? ടാലന്റഡ് ആപ്ലിക്കേഷൻ അല്ലെ, ടാലന്റഡ് ആപ്ലിക്കൻസ് ഫോർ ആക്ച്വൽ ഓർ എക്സ്പെക്ടഡ് ഓർഗനൈസേഷണൽ വേക്കൻസീസ് അല്ലെ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവരെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ. അതായത് കഴിവുള്ള അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഓക്കെ, യെസ്. Recruitment is the process of attracting potential employees and encouraging them to apply for the jobs in an organization. റിക്രൂട്ട്മെന്റ് ഇസ് എ പ്രോസസ്. ഇതൊരു പ്രോസസ് ആണ് അല്ലെ. എന്താണ് ആ ഒരു പ്രോസസ്സിലൂടെ നടക്കുന്നത്? അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ആൻഡ് എൻകറേജിംഗ് ദം ടു. പേജ് നമ്പർ 18. Recruitment has been considered as the most important, the process attracting potential employees and encouraging them to apply for the jobs in an organization. എന്താണ് ഈ ഒരു പ്രക്രിയയുടെ പ്രത്യേകത? എന്താണ്? Attracting potential employees and encouraging them to apply for the jobs in an organization. എന്ത് പ്രക്രിയയാണിത്? ഒരു സ്ഥാപനത്തിലെ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് ആളുകളെ പ്രാപ്തരാക്കണം അല്ലെ. അതായത് അവർ അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എന്തിലുണ്ടായിരിക്കും? ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നത്. അതായത് ഒരു സ്ഥാപനത്തിലെ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് നമ്മൾ ആളുകളെ ആകർഷിക്കുന്നതിനുള്ള ഒരു പ്രോസസ് ആണ് എന്താ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയുള്ള ആൾക്കാരെ മാത്രമാണ്? ടാലന്റഡ് ആയിട്ടുള്ള അല്ലെ, ഏറ്റവും കഴിവുള്ള ബെസ്റ്റ് ആയിട്ടുള്ള, അതായത് ആ പോസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ അതിൽ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, യെസ്. Recruitment has been considered as the most important function of a personal administration because unless the right type of people is
not hired, not hired എന്നാണ് കേട്ടോ, not hired. Even the best plans, organization charts and control system would not do much good. It is often the term positive in that it is persuades people to apply for the jobs and enhance the ratio. The number of applicants for a job selection, on the other hand, tends to be negative because it refuses a good number of those apply, leaving only the best to be hired. Okay, ഇവിടെ എന്താ പറയുന്നത്? Recruitment has been considered as the most important function of a personal administration. Okay, നമ്മള് ഒരു ഓർഗനൈസേഷനിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും ഒരു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ശരിക്കും എന്താ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, ഏറ്റവും മികച്ച ആൾക്കാരെ മാത്രമാണ് നമ്മൾ അവിടെ തിരഞ്ഞെടുക്കുക. ഏറ്റവും ബെസ്റ്റ് പൊസിഷൻസിലേക്ക് ബെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? Unless the right type of people it is not hired, even the best plan organization chart control system would not do much good. ഇതിനെ സൂചിപ്പിക്കുന്ന എന്താണ്? അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ ശരിയായ വിജയത്തിന് വേണ്ടി മാത്രമാണ് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നിയമിക്കുന്നത് അല്ലെ. അപ്പൊ അത്തരം ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളത് പറയുന്നത് എന്താണ്? അത്രയും ടാലന്റഡ് ആയിട്ടുള്ളവരെ കണ്ടെത്തുന്നത് തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത് ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ മാത്രം, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരാളെ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പല പ്ലാൻസുകളും ഓരോ കമ്പനീസ് ചെയ്യാറുണ്ട് അല്ലെ. നമുക്കൊരു സിറ്റുവേഷൻ തന്നിട്ട് നമ്മളോട് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറയും. അങ്ങനെ നമ്മളിലുള്ള ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സ്കിൽസ് കൊണ്ടുവരാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കും. ഓക്കെ, അതായത് അവർക്ക് ആവശ്യം എന്താണ്? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ലെ. അവരുടെ ജോലിക്ക്, അതായത് അവരുടെ ഓർഗനൈസേഷനിൽ ഏറ്റവും സക്സസീവ് ആക്കുന്ന ആൾക്കാരെ മാത്രമേ റിക്രൂട്ട്മെന്റിലൂടെ അവർ തിരഞ്ഞെടുക്കൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ പല രീതിയിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല പ്ലാൻസുകൾ എന്താണ് അവരതിന് തയ്യാറാക്കും. ഓക്കെ, ഇനി നമ്മൾ ഒരുപാട് പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് പേരെന്താണ് ഒരു റിക്രൂട്ട്മെന്റ് ഏരിയയിൽ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് മത്സരിക്കാനുണ്ടായിരിക്കണമെങ്കിൽ ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉണ്ടായിരിക്കും. പക്ഷെ എന്തായാലും നിരവധി യോഗ്യതയുള്ള ആൾക്കാരെ എല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യുമോ? ഒരുപാട് യോഗ്യതയുള്ള ആൾക്കാരുണ്ടാവും, എല്ലാവരും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? എല്ലാവരെയും സെലക്ട് ചെയ്യാൻ പറ്റുമോ? കുറെ പേരെ നമ്മൾ എന്ത് ചെയ്യും? റിഫ്യൂസ് ചെയ്യും അല്ലെ. കുറച്ചു പേരെ നമ്മൾ അതിൽ നിന്ന് ആ ഒരു സെലക്ഷൻ പ്രക്രിയയിൽ നിന്ന് എന്താണ് കുറച്ചു പേരെ നമ്മൾ റിഫ്യൂസ് ചെയ്ത് കളയും. അതായത് കുറച്ചു പേരെ നമ്മൾ നിരസിക്കുകയും ചെയ്യും അല്ലെ. ഏറ്റവും അനുയോജ്യമായിട്ടുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു പോസിറ്റീവ് പ്രക്രിയയാണ് എന്ത് റിക്രൂട്ട്മെന്റ് എന്ന രീതിയിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏറ്റവും കഴിവുള്ളവരെ നമ്മൾ ഓരോ ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ടാലന്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ഏറ്റവും ഉതകുന്ന ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വളരെ പ്ലാനിനോട് കൂടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് സെലക്ഷൻസ് ആണ് നടത്തപ്പെടുന്നത്. അതിൽ പലരും എന്താണ് യോഗ്യരായിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് എല്ലാവരെയും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിൽ കുറെ പേരെ നമ്മൾ നിരസിക്കുകയും ചെയ്യും. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവരെ മാത്രം എന്ത് ചെയ്യും? നമ്മള് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ മാത്രമാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ അത് റിക്രൂട്ട്മെന്റ് എന്താണെന്ന്? ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കിയാണ് പറഞ്ഞ കേട്ടോ, ബ്രീഫ് ചെയ്ത് പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഇതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു തിരഞ്ഞെടുക്കൽ പ്രക്രിയയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ അഥവാ ഘടകങ്ങൾ എന്തൊക്കെയാണ്? This varies with the size of the organization, condition of the employment in the community where the organization is located, then the result of past recruiting efforts which show the organization capacity to locate and keep good performing people, and working atmosphere, salary benefit packages offered by the organization which may influence turnover and demand future recruiting. Then growth with the rate of organization, growth of organization ആണ് കേട്ടോ, growth rate of organization ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ നോക്കാം. Then level of seasonality and cultural and economic legal factors. അപ്പൊ ഒരു റിക്രൂട്ട്മെന്റ് പ്രക്രിയയെ അഫക്ട് ചെയ്യുന്ന പ്രധാന ഫാക്ടറിൽ ഒന്നാണ് എന്ത്? സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. എന്താണ് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? സൈസ് ഓർഗനൈസേഷന്റെ വലുപ്പം അല്ലെ. വലിയ കമ്പനീസിൽ നമുക്ക് എത്രത്തോളം ആൾക്കാർ ആവശ്യമാണ്?
നമുക്കറിയാം അല്ലെ, ചെറിയ കമ്പനീസും വലിയ കമ്പനീസിലും എന്താണ്, വലിയ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ വരുന്നുണ്ട്. അവിടെ ഹ്യൂമൻ റിസോഴ്സിന് കൂടുതലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും അല്ലെ. അതായത് അവിടെ വേക്കൻസീസ് കൂടുതലും, ചെറിയ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേക്കൻസീസ് എങ്ങനെയായിരിക്കുള്ളൂ, വലിയ സ്ഥാപനത്തിൽ വേക്കൻസീസ് കൂടുതലും അവിടെ എന്താണ് ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസിന് അവൈലബിൾ ആയിരിക്കണം അല്ലെ. ചെറിയ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ചെറിയ സ്ഥാപനത്തിൽ എത്ര പേരുണ്ടാവും, ഹ്യൂമൻ റിസോഴ്സസ് കുറവായിരിക്കും അല്ലെ. അതൊരു സ്ഥാപനത്തിന് അതിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രക്രിയ നടത്തുമ്പോൾ അതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നതിന്റെ ഓർഗനൈസേഷന്റെ വലിപ്പമാണ്. ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള എംപ്ലോയീസിനെ മാത്രം സെലക്ട് ചെയ്താൽ ചിലപ്പോൾ 1-2 വേക്കൻസീസ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ വലിയൊരു ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടെ വലിയ വലിയ ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്, പല രീതിയിലുള്ള ഏരിയാസ് പ്ലേസ്മെന്റ് ഒക്കെ പല ഡിപ്പാർട്ട്മെന്റ്സ് വന്നത് കൊണ്ട് തന്നെ എന്താണ് ഒരുപാട് പേരുടെ വേക്കൻസീസ് അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ വലുപ്പമാണ് അല്ലെങ്കിൽ അതിന്റെ സൈസ് ആണ് കേട്ടോ. ഓക്കെ, then condition of the employment in the community where the organization is located. Conditions of the employment in the community where the organization is located. അടുത്ത റിക്രൂട്ട്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ആണെന്ത്, കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്. എന്താണ് കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, അത് തൊഴിൽ സാഹചര്യങ്ങളാണോ? തൊഴിൽ സാഹചര്യങ്ങൾ ഒരു റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുമോ? അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ലൊക്കേഷൻ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ലൊക്കേഷൻസും കണ്ടീഷൻസും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മളവിടെ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ആണോ? കണ്ടീഷൻസ് നോക്കാറില്ലേ നമ്മള്, എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ്, നമ്മുടെ തൊഴിൽ വ്യവസ്ഥകളൊക്കെ നോക്കിയിട്ടല്ലേ അവിടെ എങ്ങനെയുള്ള തൊഴിൽ വ്യവസ്ഥകളാണ്, ഏതൊക്കെ രീതിയിലാണ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് വരുന്നത്, ഓർഗനൈസേഷന്റെ ലൊക്കേഷൻ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് പ്ലേസിൽ നമ്മൾ ജോലി കാര്യങ്ങളോ അപേക്ഷിക്കും ഇല്ല, നമ്മൾ ആ കണ്ടീഷൻസ് കൂടി നോക്കാറുണ്ട്. അപ്പം ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് അല്ലെ. നമുക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണോ, അവിടെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാണ്, ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഏരിയാസ് ആണോ, ഡിഫിക്കൽട്ടി പിടിക്കുന്ന ഏരിയാസ് ആണോ എന്നൊക്കെ നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യും അല്ലെ. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അതിനുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതൊരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. അപ്പോ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ കണ്ടീഷൻസ് നോക്കുന്നുണ്ട്. അതായത് പ്രാദേശികമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങളെ കൂടി അവിടെ അടിസ്ഥാനമാക്കിയതൊക്കെ നോക്കിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു മറ്റൊരു ഫാക്ടറാണ് എന്ത്, എംപ്ലോയ്മെന്റ് കണ്ടീഷൻസും ഓർഗനൈസേഷന്റെ ലൊക്കേഷൻസും. ഓക്കെ, തേർഡ് വൺ എന്താണ്, the result of past recruiting efforts which show the organization capacity to locate and keep good performing people. The result of past recruiting efforts which show the organization capacity to locate and keep good performing people. ഇനി അടുത്ത ഫാക്ടർ എന്താണ് സൂചിപ്പിക്കുന്നത്, the result of past recruiting efforts എന്ന് പറയുന്നത് എന്താണ്, past recruiting efforts എന്താണ് അവിടെ പറയുന്നത്, പാസ്റ്റ് റിക്രൂട്ട്മെന്റ് എഫേർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെയാണ്, അതൊന്ന് വായിച്ചു നോക്കിയ ഒരു സെന്റൻസ്. ഫാസ്റ്റ് അല്ല, പാസ്റ്റ് എന്നാണ് പറഞ്ഞത്. Past recruiting efforts which show the organization capacity to locate and keep good performing people. റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓർഗനൈസേഷൻ കപ്പാസിറ്റി. ഇവിടെ എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്,
പാസ്റ്റ് റിക്രൂട്ട്മെന്റ് എഫേർട്സിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന വ്യക്തികളെ കണ്ടെത്താനാണ്, അല്ലെങ്കിൽ അവരെ കണ്ടെത്തുകയും അവരെ നിലനിർത്തുകയും വേണം അല്ലെ. അതായത് ഒരു ഓർഗനൈസേഷന്റെ കപ്പാസിറ്റിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പാസ്റ്റ് അതിന് മുൻകാലങ്ങളിൽ നടത്തിയിരുന്ന ആ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നോക്കുന്ന സമയത്ത് നമ്മൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെ, പാസ്റ്റ് എന്നാ പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫാസ്റ്റ് എന്നാണോ കിടക്കുന്നത്? ആണോ? നോക്കി, ഫാസ്റ്റ് എന്നാണ്. ഓക്കെ, അതായത് മുൻകാലഘട്ടങ്ങളിലുള്ള റിക്രൂട്ട്മെന്റ് റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ അത് ശരിക്കും കഴിഞ്ഞ കാലത്തിൽ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ പരിശോധിക്കുന്ന സമയത്തും എന്താണ് ഓർഗനൈസേഷന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മികച്ച പ്രകടനം നടത്തുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കാനും അവരെ നിലനിർത്താനുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിലനിർത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രക്രിയ നടത്തപ്പെടുന്നത്. അപ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് നടത്തുന്ന സമയത്ത് ഫാസ്റ്റ് അതിന് മുൻപേ നടന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ ആ ഒരു ഡാറ്റാസ് കൂടി അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മികച്ച ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതും ഗുഡ് പെർഫോമിംഗ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നവരും അവരെ നിലനിർത്തുകയും ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്നുണ്ടോ? വർക്കിംഗ് അറ്റ്മോസ്ഫിയർ സാലറീസ് അഫക്ട് ചെയ്യുന്നുണ്ടോ? അലവൻസുകൾ അഫക്ട് ചെയ്യുന്നുണ്ടോ? പാക്കേജസുകൾ അഫക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലെ. വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് സാലറി ആൻഡ് ബെനിഫിറ്റ് പാക്കേജസ് ഓഫേർഡ് ബൈ ദ ഓർഗനൈസേഷൻ വിച്ച് മേ ഇൻഫ്ലുവൻസ് ടേൺ ഓവർ ആൻഡ് ഡിമാൻഡ് ഫ്യൂച്ചർ റിക്രൂട്ടിംഗ്. ഇവിടെ എന്താ പറയുന്നത്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് അതിൽ പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സാലറി പാക്കേജസുകൾ അല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റ്സുകൾ മറ്റ് അലവൻസസുകൾ അതെല്ലാം തന്നെ എന്താണ് നമ്മൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് അല്ലെ. അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിനെ സഹായിക്കുന്ന റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവർ ആകർഷിക്കപ്പെടുന്ന മറ്റൊരു ഫാക്ടേഴ്സിൽ ഒന്നാണ് എന്താ അവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറും സാലറി പാക്കേജസും മറ്റ് ബെനിഫിറ്റ്സുകളും ഒക്കെ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? നെക്സ്റ്റ് വൺ, ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ. ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ എന്താണ്? ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഗ്രോത്ത് എന്താണ്? ഗ്രോത്ത് ഓർഗനൈസേഷന്റെ വളർച്ച റിക്രൂട്ട്മെന്റിന്റെ ഘടകമാണോ? നമ്മളിപ്പോ കുറെ ഹോസ്പിറ്റൽസിൽ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുള്ളൂ? കുറെ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ഒരു 5 ഹോസ്പിറ്റലിൽ 5ാമത്തെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അതിന് ടോപ്പായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഇപ്പണ്ടില്ല അല്ലെങ്കിൽ പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല നിലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുള്ളൂ. ഓക്കെ, അപ്പോ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യം കൂടി അതിനെ പരിഗണിക്കുന്നു. ആ ഒരു കാര്യങ്ങൾ ഇവിടെ അഫക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണോ എന്നത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ പുറത്തുള്ള അതിന്റെ ഏറ്റവും നമ്മൾ പറയില്ലേ ഇപ്പൊ നമ്മളുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ടോ? ആസ്റ്റർ മെഡിസിറ്റി അവരുടെ ഹോസ്പിറ്റൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, യെസ്. അതൊക്കെ ഏറ്റവും പോപ്പുലർ ആവാനുള്ള കാരണം എന്താണ്? ഏറ്റവും പോപ്പുലർ ആവാനുള്ള കാരണം എന്താ? അതൊക്കെ ബെസ്റ്റ് ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അല്ലെ. ബെസ്റ്റ് ക്വാളിറ്റി സർവീസസും ഫെസിലിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് അവർക്ക് നല്ല ഗ്രോത്ത് റേറ്റ് ഉണ്ട് അല്ലെ. ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് അവിടെ എന്താണ് പലതരത്തിലുള്ള വേക്കൻസീസ് വരാനും അവിടെ ആൾക്കാർ ആകർഷിക്കപ്പെടുന്നു അല്ലെ. അവിടെ ജോലി ചെയ്യാനായിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മള് എല്ലാം അതും കൂടി നോക്കിയിട്ടാണ് പലതിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു കമ്പനി വർക്ക് ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് ടോപ്പായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കും എന്തുണ്ടായിരിക്കണം? നമുക്ക് ആഗ്രഹം മാത്രം മതിയോ? നമുക്ക് എന്ത് വേണം? ക്വാളിഫിക്കേഷൻ വേണം അല്ലെ. അതിന്റെ എല്ലാ തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസോടെ പറയുന്ന ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടായിരിക്കണം അല്ലെ. ഓക്കെ,
The level of seasonality of operations and future expansion and production programs. The level of seasonality of operation and future expansion and production programs. In the level of seasonality, what is seasonality? Seasonality എന്താണ്? എന്തായിരിക്കും seasonality of the operation, future expansion, production programs എന്ന് ഉദ്ദേശിക്കുന്നത്? റിക്രൂട്ട്മെന്റിനെ അതെങ്ങനെ ഏത് രീതിയിൽ അഫക്ട് ചെയ്യുന്നു? നമ്മളുടെയൊക്കെ ഏതെങ്കിലും ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കട എടുക്കാന്ന് വെച്ചു, നമ്മളിപ്പോ എന്താ പറയാ, ഏറ്റവും ഇപ്പൊ നമ്മള് ജയലക്ഷ്മി നിങ്ങൾ അറിയാമോ? എറണാകുളത്തുള്ള ഒരു ഏറ്റവും വലിയൊരു ഷോപ്പാണ്. അല്ലെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സ്, ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കല്യാൺ ജ്വല്ലേഴ്സ്, ജയലക്ഷ്മി, പിന്നെന്താണ് ഷീമാർട്ടി, ഇത് കേട്ടിട്ടുണ്ടോ? എറണാകുളത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കമ്പനീസ് ആണത്. ഓക്കെ, ഇനി ഇതും അല്ലാതെ തന്നെ ഇതേപോലത്തുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഏതൊരു സമയത്തായിരിക്കും? ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? എപ്പോഴായിരിക്കും? സീസണൽ ആയിരിക്കില്ലേ? യെസ്, സീസൺ ടൈമിൽ. ഏതൊക്കെ സീസൺ ടൈമിലാണ് നമുക്കറിയാം അല്ലെ? ഓണം, ക്രിസ്മസ്, മാരേജ്, ഇങ്ങനെ ഫെസ്റ്റിവൽ സീസൺസിലാണ് നമുക്ക് പ്രധാനമായിട്ട് എന്ത് വരുന്നത്? ആ ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി കുറച്ചുകൂടി കൂടുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ റിക്രൂട്ട്മെന്റിനെ അപ്പൊ നമ്മൾ ഇങ്ങോട്ടൊന്ന് വന്നേ, ഇവിടെ എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും? ലെവൽ ഓഫ് സീസണാലിറ്റി ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആൻഡ് പ്രൊഡക്ഷൻ. നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്തരം സീസണൽ ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ ഇവന്റ്സുകൾ വരുന്ന സമയത്ത് അല്ലെ, അതായത് നമ്മൾ അവിടെ മുൻകൂട്ടി കാണേണ്ടത് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആണ്. അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ, അതായത് നമ്മൾ കണ്ടിട്ടില്ല ചില ഷോപ്സുകളിൽ ഈ സീസൺ വരുമ്പോഴായിരിക്കും കുറെ എംപ്ലോയീസ് ഉണ്ടാവുക. ഇപ്പൊ ഓണം, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് എംപ്ലോയീസ് അവിടെ ഉണ്ടാവും അല്ലെ? അല്ലാത്ത സമയത്തൊന്നും നമ്മൾ പോയി നോക്കി, അല്ലാത്ത സമയത്തൊന്നും കടകളിൽ പോയി നോക്കി ഇത്ര എംപ്ലോയീസ് അവിടെ ഉണ്ടായിരിക്കില്ല. പക്ഷെ അത്ര സീസണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നോക്കി ഒരുപാട് ആൾക്കാർ അവിടെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായി, ഒരുപാട് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം അവിടെ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ഇത്തരം സീസണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടിട്ടായിരിക്കുള്ളൂ. അതായത് സീസണൽ അനുസരിച്ചിട്ട് ആൾക്കാർ ഇത്ര പേരെ റിക്രൂട്ട് ചെയ്യണമെന്ന് ഓർഗനൈസേഷൻ തീരുമാനിക്കും അല്ലെ? ഇത്രയും പേര് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സീസൺ വരുന്ന സമയത്ത് 10 സ്റ്റാഫ് ഉണ്ടായിടത്തോടത്ത് ഒരു എക്സ്ട്രാ ഒരു 15 സ്റ്റാഫ് കൂടി ചിലപ്പോൾ എക്സ്ട്രാ വരേണ്ടി വരും. എന്തുകൊണ്ടാണ്? ആളുകളുടെ തിരക്ക് കൂടുന്ന സമയത്ത് അവിടെ എന്താണ് ഷോപ്പിൽ ആവശ്യത്തിലധികം എംപ്ലോയീസ് ആവശ്യമാണ്. അപ്പൊ സീസണാലിറ്റിയുടെ ബേസിസിലും കൂടിയാണ് നമ്മള് സീസണാലിറ്റി എന്ന ഒരു കമ്പോണന്റ് കൂടി റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇനി അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൾച്ചറൽ, ഇക്കണോമിക്, ലീഗൽ ഫാക്ടേഴ്സ് എക്സെട്ര. റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റ് 4 ഫാക്ടേഴ്സ് ആണ്, 3 ഫാക്ടർ ആണ്. കൾച്ചറൽ, ഇക്കണോമിക്, ലീഗൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കൾച്ചറൽ എന്തൊക്കെ വരുന്നു? കൾച്ചറൽ സാംസ്കാരികമായിട്ടുള്ള ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? വാല്യൂസ് ഒരു ഫാക്ടർ ആണോ? വാല്യൂസ്, കൾച്ചറൽ വാല്യൂസ് കേട്ടിട്ടില്ലേ നിങ്ങള്? കൾച്ചറിൽ വരുന്നതാണ് എന്താ? വാല്യൂസ് അല്ലെ? വാല്യൂസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാല്യൂ ആ ഓർഗനൈസേഷന്റെ മൂല്യം, അതതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വാല്യൂ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നു. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആസ്റ്റർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് സർവീസസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അവർക്കൊരു നല്ല രീതിയിലൊരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട് അല്ലെ? ഒരു നല്ല ഏറ്റവും ടോപ്പ് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നല്ലൊരു വാല്യൂ ഉള്ള, പുറമെ നല്ലൊരു വാല്യൂ ഉള്ള ഒരു ഫെസിലിറ്റീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഓർഗനൈസേഷനെ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ആണ് എന്താ? കൾച്ചറിൽ വരുന്നതാണ് എന്താ? പ്രധാനപ്പെട്ട വാല്യൂസ് അല്ലെങ്കിൽ അതിന്റെ മൂല്യം എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി ഇക്കണോമിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇക്കണോമിക് ഫാക്ടേഴ്സ്
സാമ്പത്തിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് സാമ്പത്തിക ഘടകങ്ങൾ റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്നത്? ലേബർ മാർക്കറ്റ് കണ്ടീഷൻസ് പറയാം അല്ലെ, ലേബർ മാർക്കറ്റ് കണ്ടീഷൻസ് വരാം. പിന്നെ സാലറി എക്സ്പെക്ടേഷൻസ് അല്ലെ, റിക്രൂട്ട്മെന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അവിടുത്തെ ലേബർ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കും. അതേപോലെ തന്നെ എന്താണ് സാലറി പാക്കേജസ് അല്ലെങ്കിൽ നമ്മുടെ സാലറി എക്സ്പെക്ടേഷൻസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് റിക്രൂട്ട്മെന്റിൽ നമ്മൾ ആ ഒരു ആപ്ലിക്കൻസ് അല്ലെങ്കിൽ അതിൽ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ പ്രാപ്തനാക്കുന്നത്. ലീഗൽ ഫാക്ടേഴ്സ്, എന്താണ് ലീഗൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ലീഗൽ ഫാക്ടേഴ്സ് ലീഗൽ എന്താണ്? നിയമപരമായിട്ടുള്ള ഘടകങ്ങൾ. എന്താണ് ഒരു ഓർഗനൈസേഷന്റെ നിയമപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്? നിയമപരമായിട്ടുള്ള ഘടകങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ഒരു ലൈസൻസ് ഉള്ള സ്ഥാപനമാകുക എന്നുള്ളത് അല്ലെ. വേണ്ടേ? ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനത്തിലല്ലേ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. ലൈസൻസ് അല്ലാത്തൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ? എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു നിയമ തടസ്സങ്ങളും ഉണ്ടാവില്ല ലൈസൻസ് ഇല്ലാത്തതിൽ വർക്ക് ചെയ്താല്? ഒരു കുഴപ്പമൊന്നുമില്ല അല്ലെ, ആണോ? എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള യാതൊരു ആനുകൂല്യങ്ങളും നമുക്ക് ലൈസൻസ് ഇല്ലാത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കിട്ടോ? പറയൂല്ലേ? ഇല്ല അല്ലെ. യെസ്. അപ്പൊ എന്താണ് നിയമപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? എംപ്ലോയ്മെന്റിന്റെ ലോസ് ഉണ്ട് അല്ലെ. ഓരോ ഓർഗനൈസേഷനും എംപ്ലോയ്മെന്റ്സിന് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ലോസ് ഉണ്ട്. ഓക്കെ, അതായത് അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങള്. പിന്നെ എന്തൊക്കെയാണ്? ലോസ് മാത്രമുള്ള റെഗുലേഷൻസ്. വെരി ഗുഡ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എംപ്ലോയ്മെന്റ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ്സ് ഉള്ള ഗ്രീവൻസ് ഒക്കെ പരാതികളൊക്കെ വരികയാണെങ്കിൽ അത് പരിഹരിക്കപ്പെടാനുള്ള രീതിയിൽ നമുക്ക് എന്താണ്, ഇപ്പൊ നമ്മുടെ ശമ്പളം കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മള് ശമ്പളം കിട്ടാത്ത സമയത്ത് നമ്മൾ എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്? മാനേജ്മെന്റിൽ പറഞ്ഞിട്ട് നമുക്ക് ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് നീങ്ങില്ലേ? ഓക്കെ, യെസ്. അപ്പൊ റിക്രൂട്ട്മെന്റില് നമ്മൾ നോക്കുന്ന സമയത്ത് കൾച്ചറൽ ആയിട്ടും എക്കണോമിക് ആയിട്ടും ലീഗൽ ആയിട്ടും കുറച്ച് ഫാക്ടേഴ്സ് അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ ആയിട്ട് അതിന്റെ ഒന്നാമത് വാല്യൂ ആണ്. എക്കണോമിക്കൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ലേബർ മാർക്കറ്റ് കണ്ടീഷൻസും സാലറി എക്സ്പെക്ടേഷൻസും നോക്കുന്നുണ്ട്. അതേപോലെ ലീഗൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് എന്ത്? എംപ്ലോയ്മെന്റ്സിന്റെ ലോസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും മറ്റ് ഗ്രീവൻസസ് അല്ലെങ്കിൽ പരാതികളൊക്കെ. അതൊക്കെ എന്താണ് നിയമത്തിന്റെ പൂർണ്ണ പിന്തുണയുള്ള ഒരു സ്ഥാപനത്തിൽ മാത്രമായിരിക്കും മിക്കതും നമ്മൾ എല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള നിയമാനുകൂല്യങ്ങൾ ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഒരു റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് അതിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകളാണെന്ന് അതിന്റെ സൈസ്, ഇതിന്റെ വർക്കിംഗ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ്, പിന്നെന്താണ് ഓർഗനൈസേഷന്റെ കപ്പാസിറ്റി, സാലറി പാക്കേജസ്, ബെനിഫിറ്റ്സുകള്, പിന്നെന്താണ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ, സീസണാലിറ്റി ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് കൾച്ചറൽ, എക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ് ഓൾസോ. ഓക്കെ, മനസ്സിലായിരുന്നു? നെക്സ്റ്റ് നമ്മളിപ്പോ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകളാണ് പഠിച്ചത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ സ്റ്റെപ്പുകളാണ്. ഓക്കെ, പ്രധാനമായിട്ടും അതിന് 5 സ്റ്റെപ്പുകളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? പേഴ്സൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് 5 എലമെന്റ്സ്. ഓക്കെ, ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് പോളിസി. അപ്പൊ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി, എംപ്ലോയീസിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പോളിസി രൂപീകരിക്കുന്നു. ആ പോളിസിയിൽ 3 പ്രധാനപ്പെട്ട 3 ലോസ് കൂടി പറയുന്നത്, 3 പ്രിൻസിപ്പൽസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ജനറൽ ആയിട്ടുള്ള 3 പ്രിൻസിപ്പൽസ് കൂടി ഉണ്ട്. അപ്പൊ എന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് നോക്കാം. എന്തായിരിക്കും ഒരു പോളിസി എന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. ഇതൊരു ഡിക്ലറേഷൻ ആണ് അല്ലെ, നമ്മൾ ആരെ തിരഞ്ഞെടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഡിക്ലറേഷൻ ആണ് എന്താ റിക്രൂട്ട്മെന്റ് പോളിസി. ഇറ്റ് ഡിഫൈൻസ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്? യുവർ കമ്പനീസ് പ്രിഫേർഡ് ഹയറിംഗ് പ്രാക്ടീസസ് ആൻഡ് എൻകറേജസ് കൺസിസ്റ്റൻസി വിത്ത് യുവർ എംപ്ലോയി റിക്രൂട്ടിംഗ് പ്രോസസ്. സച്ച് ആസ് പോളിസി ഡിക്ലൈൻസ് the objective of the recruitment and provide a framework of implementation of the recruitment program in the form of procedures.
Its broad sense, a recruitment policies and involve a commitment by the employer to such general principles. Recruitment policy എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ആണ്. ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സുകൾ കാര്യങ്ങൾ അടക്കുന്ന ഒരു ഫ്രെയിം വർക്ക്സ് ആണ്, ഒരു ചട്ടക്കൂട്, കുറച്ച് റൂൾസുകളാണ് എന്തിൽ വരുന്നത്, റിക്രൂട്ട്മെന്റ് പോളിസീസിൽ വരുന്നത്. ഓക്കെ, then all programs and procedures ആയിരിക്കും, അതായത് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോഗ്രാംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും റിക്രൂട്ട്മെന്റ് പോളിസീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നാല് ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ ഈ റിക്രൂട്ട്മെന്റ് പോളിസീസിൽ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 4 പ്രിൻസിപ്പിൾ, ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട് കേട്ടോ. ഈ 4 പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. റിക്രൂട്ട്മെന്റ് പോളിസിയുടെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? To select and employ the best qualified person for each job. To select and employ the best qualified person for each job. എന്താണ് ആദ്യത്തെ പ്രിൻസിപ്പിള്? എങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഏതൊരു ജോലിയാണെങ്കിൽ കൂടെയും ഏറ്റവും ബെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ മാത്രമായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നോക്കൂ, മികച്ച യോഗ്യതയുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ റിക്രൂട്ട്മെന്റ് പോളിസിയുടെ ഫസ്റ്റ് ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, to select and employ the best qualified person for each job. ഓരോ ജോലിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കുക. പിന്നെന്താണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഓഫ് ദോസ് ഹയർഡ്. ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഓഫ് ദോസ് ഹയർഡ്. എന്താണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത്? നമ്മൾ ഈ സെലക്ട് ചെയ്തവരില് അല്ലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ മാത്രം എന്ത് ചെയ്യണം? മികച്ച ആൾക്കാരായിട്ട് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തവരിൽ നിന്ന് പിന്നീട് ഒരു സെലക്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ തിരഞ്ഞെടുത്തു, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻസിലേക്ക് അതിൽ നിന്നും ഏറ്റവും മികച്ച ആൾക്കാരെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ നമ്മൾ കൃത്യമാണ് അതിൽ നിന്നും പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഓഫ് ദോസ് ഹയർഡ് എന്ന് പറഞ്ഞ എന്താണ്? നിയമിക്കപ്പെട്ടവരിൽ നിന്ന് ഏറ്റവും മികച്ചതും അല്ലെങ്കിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള, അതായത് പ്രോമിസിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? പ്രോമിസിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പ്രോമിസ് ചെയ്യാറുണ്ട്. എന്താണ്? ചില കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പ്രോമിസ് ചെയ്യും. എന്താണ്? നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ പ്രോമിസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? 1 month നോട്ടീസ് പീരീഡില് നിൽക്കുന്ന കാര്യമാണോ? എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? ചില ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താണ് അവരുടെ റൂൾസ് പറയും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇനി ഇത് കഴിഞ്ഞുള്ള ചിലപ്പോൾ പാക്കേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ? ചില ഇന്റർവ്യൂസിനൊക്കെ പോയി കഴിയുമ്പോൾ. അപ്പൊ ചിലപ്പോ നമ്മളവിടെ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ബോണ്ടിങ് അല്ലല്ലോ അതിന് ഉദ്ദേശിക്കുന്നത്, ഒരു കരാറടിസ്ഥാനത്തിൽ എന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പ്രോമിസസുകൾ കൊടുക്കും. അതായത് നമ്മൾ തിരഞ്ഞെടുത്ത് ഏറ്റവും മികച്ച ആളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും എന്താണ് അവരിൽ ഏറ്റവും മികച്ചുള്ള അവരുടെ വാഗ്ദാനങ്ങളിൽ നമ്മൾ എന്താണ് ചിലപ്പോ ആ വാഗ്ദാനങ്ങൾ സമ്മതിക്കുന്നവരെ കുറച്ചുകൂടി നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, അതൊരു വർക്ക് കോൺട്രാക്ട് ആണ്, ശരിയാണ് കേട്ടോ. ഒരു വർക്ക് കോൺട്രാക്ടിന്റെ ബേസിസിലാണ് പ്രോമിസസുകൾ വരുന്നത്. ഓക്കെ, അതിപ്പോ റിക്രൂട്ട്മെന്റ് പോളിസിയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? To employ the best and most promising of those side. അങ്ങനെ പ്രോമിസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ വേറൊരു രീതിയിൽ ഏറ്റവും കാറ്റഗറിയിലായിരിക്കും. അത് കുറെ എല്ലാവരും ഉണ്ടാവില്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെ പ്രോമിസിംഗ് ആയിട്ട് വരുന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത് 1-2 പേര് മാത്രമായിരിക്കും ആ ഒരു ഇതിൽ വരുന്നത്. മിക്കരും എന്താണ് ചില കാര്യങ്ങളിൽ അങ്ങനെ പ്രോമിസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും അല്ലെ, വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും. ഓക്കെ, third one എന്താണ്? To offer favorable opportunities for lifetime working careers. To offer favorable opportunities for lifetime working careers. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ ആയിട്ട് ഇത് കണക്റ്റഡ് ആണ് അല്ലെ? ഇപ്പൊ എന്താ പറയുന്നത്? ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ്, ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ്. എന്താണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ സൂചിപ്പിക്കുന്നത്?
നമ്മൾ കൂടുതലായിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ടൈം കരിയർ അച്ചീവ് ചെയ്യുന്ന തരത്തിലുള്ള ചിലപ്പോൾ പ്രോമിസസ്, ചിലപ്പോൾ അബ്രോഡിലെ ഒരു വലിയ കമ്പനി ഇവരെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടത്തേക്ക് ഇവരെ നല്ല രീതിയിൽ റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവര് പറഞ്ഞിരിക്കാം. ഓക്കെ, യെസ്. അതായത് ഇവർക്ക് വേണ്ടല്ലേ എല്ലാ എംപ്ലോയീസിനെ സംബന്ധിച്ച് തിരഞ്ഞെടുത്ത എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റീസ് കൂടി റിക്രൂട്ട്മെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് വർക്കിംഗ് കരിയേഴ്സ് ഇംപ്രൂവ് ചെയ്യുന്നതിന് തരത്തിലുള്ള എന്തെങ്കിലും പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ റിക്രൂട്ട്മെന്റ് പോളിസിയുടെ അകത്ത് തയ്യാറാക്കിയിട്ടുണ്ടാകും. ഓക്കെ, then to provide programmers and facilities for personal growth on the job. To provide programs and facilities എന്നാണ് കേട്ടോ. Programs and facilities for personal growth on the job. എന്താണ് personal growth? Personal growth. What is? എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും കരിയറിൽ മുന്നോട്ട് പോകുന്നതിനും വേണ്ടിയിട്ടുള്ള അവസരങ്ങളും വിഭവങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. അതായത് അവരുടെ പേഴ്സണൽ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് കൂടി റിക്രൂട്ട്മെന്റ് പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. യെസ്, അതായത് ജീവനക്കാർക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള അവസരങ്ങളും വിഭവങ്ങളും നൽകുക റിക്രൂട്ട്മെന്റ് പോളിസിയുടെ പ്രധാന ലക്ഷ്യമാണ് പറയുന്നത്. ഓക്കെ, അതായത് അവർക്ക് പേഴ്സണൽ കൂടി ഗ്രോത്ത് ഉണ്ടാവുന്നു. കരിയർ ഗ്രോത്ത് മാത്രമല്ല, പേഴ്സണൽ ഗ്രോത്ത് കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നു. മാത്രമല്ല അതിനനുസരിച്ചിട്ട് എല്ലാത്തരം ഫെസിലിറ്റീസ് പ്രോഗ്രാംസ് കൂടി പേഴ്സണൽ പോളിസീസിലൂടെ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ 4 ജനറൽ പ്രിൻസിപ്പിൾസ് പഠിച്ചിരിക്കണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത് റിക്രൂട്ട്മെന്റ് പോളിസിയുടെ? അതൊരു ഡിക്ലറേഷൻ ആണ് കേട്ടോ. റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പോളിസിയുടെ ഡിക്ലറേഷൻസിൽ കൊടുത്തിരിക്കുന്ന 4 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ഒന്ന്, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോലിക്കാരെ അല്ലെ, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രം ഓരോ ജോബിനും തിരഞ്ഞെടുക്കുക. അതിൽ ഏറ്റവും മോസ്റ്റ് പ്രോമിസിംഗ് ആയിട്ടുള്ളവരെ ബെസ്റ്റ് ആയിട്ടുള്ളവരെ നിയമിക്കപ്പെടുക. അതേപോലെ തന്നെ അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ അവരുടെ പേഴ്സണൽ ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസും പ്രോഗ്രാംസുകളും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് പോളിസിയുടെ പ്രധാന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇപ്പൊ നമ്മുടെ ടീച്ചിങ് ഹെഡ് നിങ്ങളോട് എന്ത് സംസാരിക്കാനുണ്ട്. ഇപ്പൊ ടീച്ചർ വരും കേട്ടോ. നിങ്ങൾ ആരും പോകരുത്, റെക്കോർഡ് ഓഫ് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. Hello, good afternoon. Good afternoon, ma'am. Yes, very, very good afternoon. Okay, how are you all? How are you? Fine, ma'am. Fine. Okay, happy to hear that you are fine, doing good.
എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. എന്നെങ്ങാണ്ട് നമ്മൾ കണ്ടതാണല്ലേ? ഓർക്കണ്ടോ? കണ്ടതായിട്ട് ഈ മുഖം എവിടെയെങ്കിലും കണ്ടോ? യെസ്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലെ? എന്റെ പേര് ഓർമ്മയുണ്ടോ? യെസ്. ഓ ഭാഗ്യം. ഞാൻ വിചാരിച്ചു ഇനി നിങ്ങള് എന്നെ കണ്ട് മനസ്സിലാവില്ല. അന്ന് നമ്മള് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കണ്ടതാണല്ലോ, ഒരു ഏകദേശം ഒരു 4 months ബിഫോർ നമ്മൾ കണ്ടതാ. അപ്പൊ ഇനി മനസ്സിലാവോ ഇല്ലേ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി. എന്താ പറയാ, അതിൽ സന്തോഷമുണ്ട്. എന്തിനാ ഇപ്പൊ ഇവിടെ വന്നേ നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവും അല്ലെ? അന്ന് കണ്ടിട്ട് പോയപ്പോഴും അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നു. ആൻഡ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ടോപ്പിക്സ്, ടീച്ചേഴ്സ് എടുക്കുന്ന ടോപ്പിക്കുകൾ കൂടാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ മീ, എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം എന്താ പറയാ, നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ട്രബിൾസ്, ഡിഫിക്കൽട്ടീസ് ഒന്നും ഈ ഒരു ക്ലാസ്സസിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കണം വിളിക്കാതിരുന്നത് അല്ലെ? ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാനായിരിക്കും ഞാൻ എന്നെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ വന്നോളാം അല്ല. ഇനി നിങ്ങൾ എന്നെ കാണില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വരാം. നിങ്ങൾക്ക് അവിടെ ക്ലാസ്സസ് ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള ആ ഒരു ടൈം ടേബിളിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് പോയി, ഒരു വാക്ക് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാം. പക്ഷെ നിങ്ങൾ ആരൊന്നും വിളിച്ചില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, തള്ളി കയറി വരാന്ന് വിചാരിച്ചു. സമയം കിട്ടിക്കഴിഞ്ഞപ്പോ കുറെ നാളായില്ലേ അവരെ കണ്ടിട്ട്, അങ്ങനെ പോന്നിട്ട് അവരോട് പറയാൻ പറഞ്ഞു. പക്ഷെ അവർക്ക് ആർക്കും വേണ്ടി വന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇടിച്ചു കയറി വരേണ്ടി വന്നു. അത്രേ ഉള്ളൂ പറയാൻ. വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കടന്നു പോകാന്ന് വിചാരിച്ചു മാത്രം വന്നതാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും എന്താ പറയാ, ഇനി ഒരു 1.5 months ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം ടോപ്പിക്കുകളൊക്കെ ടീച്ചേഴ്സിന്റെ പോർഷൻസ് ഒക്കെ തീരും. പെട്ടെന്ന് ഇനി ആ സമയത്ത് തിരക്കും പിടിക്കുന്ന സമയത്ത് ചിലപ്പോ വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ ഇഷ്ടമായോ? ഹാപ്പി ആണോ എല്ലാവരും? ഓക്കെ. അതാണ് കേൾക്കണ്ടേ. അപ്പൊ അത് കേൾക്കണം. അത് നിങ്ങളുടെ ഭാഗം കൊണ്ട് കേൾക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പ്രഷൻസ്, നിങ്ങളിവിടെ തമ്പായിട്ടും ഹാർട്ടായിട്ടും നിങ്ങളുടെ സെൻഡ് ചെയ്യുന്നുണ്ട്, അത് കാണുക എന്നുള്ളതായിരുന്നു. അത് കണ്ടാലാണ് ഞാൻ അന്ന് തന്ന പ്രോമിസിന് എനിക്കൊരു റിസൾട്ട് ഉള്ളൂ അല്ലെ? അന്ന് പ്രോമിസ് ചെയ്ത് പോയതാണ്. നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇതെന്താണ് ഇവരിവിടെ ചെയ്യാൻ പോണേ, ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ ഫീസിൽ കൊടുക്കുമ്പോ ഈ ക്ലാസ്സിലൊന്നും വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവാൻ പോണില്ല എന്നൊക്കെ വിചാരത്തോടെയൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ എന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി വളരെ ആൻഷ്യസ് ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ കുറെ മോട്ടിവേഷനും കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. കുറെ പകുതി നിങ്ങൾക്ക് സമാധാനിക്കും, കൊടുത്ത കാശ് പോയിട്ടില്ല എന്ന് തോന്നുന്നു എന്നൊരു ജസ്റ്റ് ഒരു മൈൻഡ് വന്നിട്ടുണ്ടായിരിക്കാം ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞപ്പോ, ഇല്ലേ? അങ്ങനെയല്ലേ? അതെ. അപ്പൊ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഒരു സിഗ്നൽ കിട്ടി. കുഴപ്പമില്ല, കുഴപ്പമില്ല, നമ്മള് പൈസ അങ്ങനെ പോയിട്ടുണ്ടെന്ന് തോന്നല്ല. കാരണം പറ്റിക്കലായിരുന്നെങ്കിൽ ഇൻട്രോ ക്ലാസ്സോ അല്ലെങ്കിൽ ഇൻട്രോ ക്ലാസ്സിന്റെ ആ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരില്ല. ഓക്കെ. സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഓക്കെ. അപ്പൊ അവിടെ ആ ഭാഗം ക്ലിയർ ആയി. ആൻഡ് വെൻ ദ ക്ലാസ് സ്റ്റാർട്ട്, ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളും ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയി അല്ലെ? ഓക്കെ, അവർ പറഞ്ഞതൊക്കെ സത്യമാണ്. ടീച്ചർ മിസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമൊക്കെ ഓക്കെയാണ്. മിസ്സും പ്രോമിസ് ചെയ്തിരുന്ന നല്ല ക്ലാസ്സുകളായിരിക്കും, നിങ്ങൾക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും. പരമാവധി ടീച്ചേഴ്സ് അതനുസരിച്ച് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഞാൻ പോയത്. അപ്പൊ അതിന്റെയൊക്കെ റിസൾട്ട് അറിയണ്ടേ? അത് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പോയപ്പോ അതൊക്കെ ശരിയാണോ എന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മള് ടീച്ചേഴ്സിനോട് നിങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കും. എങ്ങനെയുണ്ട് കുട്ടികൾ, അങ്ങനെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികളാണോ, പഠിപ്പിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ക്ലിയർ ആവാത്ത കുട്ടികൾ രണ്ടാമത് ചോദിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളെ കാണാനായിട്ട് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിളിക്കും പ്രതീക്ഷിച്ചാണ്. പക്ഷെ ഞാൻ അവിടെ ഇരുന്നേ, ഇപ്പൊ വിളിക്കും പിന്നെ വിളിക്കും എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി കാത്തിരുന്നു. പക്ഷെ വിളിക്കാണ്ടായപ്പോ തള്ളിക്കയറി വരേണ്ടി വന്നു. ഓക്കെ. അപ്പൊ അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇതൊക്കെ കഴിഞ്ഞ് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഇനി നമ്മൾ കാണുക, അതല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുക, ഇങ്ങനെ ഇടയ്ക്ക് കയറി വന്നില്ല എങ്കിൽ
നിങ്ങളുടെ കോൺവെക്കേഷൻ സെറിമണിക്കായിരിക്കും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരുമ്പോഴായിരിക്കും. അപ്പോഴേക്കും ചിലപ്പോ എന്നെ മറന്നു പോവോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. മറന്നു പോയാൽ നമ്മളവിടെ എന്താ പറയാ ഒരു ഇങ്ങനെ വരില്ല. നമ്മളുടെ കുട്ടികളെ നമ്മളെ ഓടി വന്ന് റെക്കഗ്നൈസ് ചെയ്യുക, ഓടി വന്ന് മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ വന്ന് അവരുടെ സന്തോഷം പങ്കുവയ്ക്കുക, അതൊക്കെയാണ് നമുക്കുള്ള ഒരു ഭയങ്കര ഫീലിംഗ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് കിട്ടുന്ന മറ്റു കാര്യങ്ങളൊന്നുമല്ല. മോണിറ്ററി ബെനിഫിറ്റ്സിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ, മെന്റൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ, അത് ഏത് ഫീൽഡിലായാലും ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ നേരെ ചെയ്തിട്ട്, അപ്പൊ അവരൊക്കെ വന്നിട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുകയും മിസ്സേ ഓടി വരിക അല്ലെ, സന്തോഷത്തോടെ ഒരു വാക്ക് പറയുക, ഓഫ് അതിൽ പരന്ത് സന്തോഷ സ്വർഗം അല്ലെ, ഹെവൻ. ആ ഒരു ഫീലിംഗ് വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിന് വരുമ്പോ നിങ്ങൾ ഇനി എന്നെ പെട്ടെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലോ എന്നൊരു പേടി എന്റെ മനസ്സിലുള്ളത് കൊണ്ടുകൂടി ആണ് ഇടയ്ക്കൊന്ന് വന്ന് നിങ്ങളെ കാണാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മിസ് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതോ ഇതൊന്നും ഇവിടെ ശരിയാവണില്ലല്ലോ എന്നുള്ള വാക്ക് എനിക്ക് കേൾക്കാൻ പറ്റില്ല. അത് കേൾക്കാൻ എനിക്ക് ഉള്ള ഒരു എന്താ പറയാ മെന്റൽ കപ്പാസിറ്റി ഇല്ല. പക്ഷെ നിങ്ങൾ നല്ല കൃത്യമായി പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് സിഗ്നലാണ് തന്നത്. ഇഷ്ടപ്പെട്ടു ക്ലാസ്സുകളൊക്കെ എന്നുള്ളതിലും സന്തോഷമുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ ഡ്യൂട്ടിയാണ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതൊക്കെ പഠിക്കാൻ. ടീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യാൻ പറയുന്നതും, പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ തരുന്ന ക്വസ്റ്റ്യൻസും കൂടാതെ നിങ്ങൾക്ക് മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും വെച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. പഠിക്കാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറയുന്ന കാര്യങ്ങൾ പഠിക്കുക വേണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മുടെ ഇൻഫോർമേഷനിലേക്ക് വേണ്ടി നമ്മൾ വായിച്ചു വെക്കണം. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടും നമുക്ക് വായിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പർപ്പസിനാണ് നമ്മൾ എന്ത് കോഴ്സും പഠിക്കാം. ഒരു മെയിൻ ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ടു പാസ് ദ എക്സാമിനേഷൻ വിത്ത് ഹൈ മാർക്സ് അല്ലെ, നല്ല മാർക്കോടുകൂടി എക്സാം പാസ് ആകുക എന്നുള്ളതാണ്. എന്നാലും നമുക്ക് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് we have to adopt all these things in the practical session when you are getting a job. ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു ജോലി കിട്ടുമ്പോൾ ആ ജോലിയിൽ നമ്മളത് പ്രാക്ടിക്കൽ ആയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് ഇൻഫോർമേഷൻസ് ഈ പറയുന്ന പുസ്തകങ്ങളോട് മുഴുവൻ കാണാൻ പഠിച്ച് പരീക്ഷ നമ്മൾ എഴുതുന്നില്ല. അപ്പൊ അതിന് പകരം അത് നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ ഒരുപാട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അല്ലെ. ഇതൊക്കെ നമ്മൾ കേട്ടതാ, കണ്ടതാ, ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞു തന്നതാ, ഇത് ഇന്നതാണ്. ആൻഡ് ആ സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പോയി റെഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം എന്നാ പറയുന്നത്. 1-2 വട്ടമൊക്കെ എടുക്കുന്ന ഭാഗമൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ ഒരു ഇന്റേൺഷിപ്പിന് പോകുമ്പോഴോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോഴോ ഈവൻ ജോലി കിട്ടുമ്പോഴോ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഈ മൊഡ്യൂൾസിൽ 4 മൊഡ്യൂൾസ് ആയിട്ട് നിങ്ങൾക്ക് ഡിപ്ലോമയില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. എന്റെ PG-യിൽ അതിന്റെ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ അത് പഠിക്കുമ്പോൾ അത് വൃത്തിയായിട്ട് നമുക്ക് രണ്ട് പർപ്പസും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടുന്ന രീതിയിലുള്ള പഠനം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാനൊക്കെ കൂടിയിട്ട് വന്നതാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളെ കാണുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഇത് ചിലപ്പോ പെട്ടെന്ന് ഇനി ഈ ക്ലാസ്സുകൾ അവസാനിക്കുന്നതിന് പറ്റുമെങ്കിൽ വരും, അതല്ലെങ്കിൽ പിന്നെ കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ഇത്തിരി സമയം കിട്ടിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്നറിയുന്നതിലും എന്നെ കണ്ടിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞതിലും നിങ്ങൾക്ക് ഹാപ്പിയാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ എന്നുള്ളതിലും കേട്ടതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. അപ്പൊ നന്നായി പഠിക്കാൻ, നല്ല കുട്ടികളായിട്ട് നല്ല മാർക്കുകൾ വാങ്ങിക്കാൻ, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല ജോലിയും എവിടെയെങ്കിലും ഒക്കെ കിട്ടണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ആൻഡ് സക്സസ്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ പഠിച്ചതൊക്കെ പ്രാവർത്തികമാക്കാനും പരീക്ഷകൾ എഴുതാനൊക്കെ സാധിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, മറ്റൊന്നും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഉണ്ടോ? അതുകൊണ്ടാണ് മിസ്സിനോട് ഞാനൊരു 10 മിനിറ്റ് ഒന്ന് കടം വാങ്ങിച്ചത്. 10-15 മിനിറ്റ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചത്. ഓക്കെ, അപ്പോ എനിക്ക് അത് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അതല്ലെങ്കിൽ ക്ലാസ് ടീച്ചറിന്റെ ക്ലാസ് ഉണ്ട്. അതിനെ ടീച്ചർ തന്നെയാണ്, വേറെ ടീച്ചറാണ്. അപ്പൊ ടീച്ചർ വരും. അപ്പോ ഓക്കെ ആണല്ലോ. നമുക്ക് പിന്നെ ഇനി നമ്മള് ചിലപ്പോ നേരിട്ടായിരിക്കും കാണുക കേട്ടോ. അപ്പൊ നേരിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. യെസ്, and love you to all.